ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കുന്ന മാക്സി ഡ്രസ്സസ്സാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്നൊരു മാക്സി ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ പോക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പോക്കറ്റ് വെക്കണം, പിന്നെ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാതെ കട്ട് ചെയ്യുമ്പോൾ തന്നെ സ്ലീവും കൂടി ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ സ്ലീവ് സാധാരണ സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യണം. ഇത് സെപ്പറേറ്റ് അല്ലാതെ അല്ലാതെ തന്നെ ആ ടോപ്പിൻ്റെ ഒപ്പമുള്ള സ്ലീവ്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ്, കോട്ടൺ മെറ്റീരിയലാണ്, മൾക്കോട്ടനാണ്. നേരത്തെയൊക്കെ ഞാൻ ചെയ്തിരുന്ന നേരത്തെ വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാൻഡ് വർക്ക് ചെയ്തതും പെയിൻറ്റ് ചെയ്തതും. അപ്പോൾ ആ ടൈപ്പ് മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ഫാബ്രിക് പെയിൻറ്റിങ്ങിനോട് ഭയങ്കര ഇഷ്ടം തോന്നി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഈ ഫാബ്രിക് ഒരു പ്ലെയിൻ ആയതുകൊണ്ട് ഞാനതിൽ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ഫ്ലവേഴ്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ റഫായിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ വരയ്ക്കുവാണ്. ഇനി വരച്ചിട്ട് എനിക്കിത് പെയിൻറ്റ് ചെയ്യണം. അപ്പം റഫായിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇപ്പോൾ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുണ്ട്, അതാണ് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നത്. അപ്പോൾ തുണി നമ്മളിത് ഇങ്ങനെയാണ് എടുക്കുന്നത്, ഫോൾഡ് ചെയ്ത് എടുക്കുന്നത്, അതറിയാലോ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ബാറ്റ് വിങ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പം ഞാൻ കഴുത്തിന് വേണ്ടിയിട്ട് നെക്കിന് എടുത്തേക്കുന്നത് 3.5 ഇഞ്ചാണ്. ഇനി അവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ സ്ലീവ് ലെങ്ത്തായിട്ട് എടുത്തേക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം. എന്നിട്ട് ആ 10 ഇഞ്ച് ഉള്ള അടുത്ത് നിന്ന് നമ്മളൊരു ചെറിയതായിട്ട് ഒരു 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. ഏകദേശം 7 സെൻറ്റിമീറ്റർ വരും. അതിലേക്ക് അവിടെ നമ്മൾ ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ ആ നെക്കിന് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന 3.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ പിന്നെ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടത്തേക്ക് ഒരു സ്ലാൻഡിങ് ലൈന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ നേരെ താഴേക്ക് ആ ഒരു ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടത്തേക്കായിട്ട് നമ്മൾ ആ 2 പോയിൻറ്റ്സും തമ്മിൽ മാർക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ സ്ലീവ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന പോർഷൻസ്, അതായത് ഇവിടെ ഒരു കേർവ് കൊടുത്തിട്ടുണ്ട്, ആ കേർവും കൂടി ചേർത്ത് നമ്മൾ നോർമലി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ സ്ലാൻഡിങ് ലൈന് അവിടെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് അപ്പോൾ ബാറ്റ് വിങ് സ്ലീവ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫാബ്രിക്കിലേക്ക് മെഷർമെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. പോക്കറ്റ് വെക്കുന്നുണ്ട് ഞാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ്റെ അവിടെ ആയിട്ടാണ് ഞാൻ പോക്കറ്റ് ഒട്ടിക്കുന്നത്. 2 സൈഡും അപ്പോൾ നമുക്ക് പോക്കറ്റ് കിട്ടും. അങ്ങനെ ഞാൻ മെഷർമെൻറ്റ്സ് എല്ലാം വെച്ചു. ഇനി കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നെക്ക് ഞാൻ ബാക്കായിട്ട് 3ഉം ഫ്രണ്ട് നെക്ക് 5 ഇഞ്ചുമാണ് കൊടുത്തേക്കുന്നത്. നോർമൽ റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഷോൾഡറിൻ്റെ ആ പോർഷൻ അവിടെ നമ്മൾ ബാക്കും ഫ്രണ്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തു. നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അത് മടക്കി തയ്ക്കണം. സ്ലീവും മടക്കി തയ്ച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സിമ്പിളായിട്ട് ബാക്ക് വിങ് സ്ലീവോട് കൂടി ഒരു മാക്സി ഡ്രസ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്കും കൂടി ഉണ്ട്. സ്ലീവ് കുറച്ചും കൂടി ലൂസ് ആവണമായിരുന്നു. ഇത് കുറച്ച് എനിക്കിതിരി ടൈറ്റായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നേ പ്ലീസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും നല്ല സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ.